ഓക്കെ 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 എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുട്ടൻ സൊള്ളി എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കോടികൾ മുടക്കി ആക്ഷനും സെന്റിമെന്റ്സും ഗാനങ്ങളും കുത്തിനിറച്ച് പല ചിത്രങ്ങളും തിയേറ്ററിലെത്തി നഷ്ടത്തിൽ ഓടുമ്പോൾ ഒരു പഴയ പടത്തിന്റെ മൂന്നാം ഭാഗം ഇറക്കി അതിപ്പോൾ വളരെയധികം വിജയം കൊയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് മതി നിർവേദം. ഈ ചിത്രത്തിന്റെ വിജയം നമ്മൾ ആഘോഷിക്കുന്നത് നീണ്ടൂർ പ്രിയതമ പാരലൽ കോളേജിലെ നൂൺ ഷോ ബാച്ചിനൊപ്പമാണ്. ഏതാണ്ട് നൂൺ ഷോ ബാച്ചിലെ എല്ലാ കുട്ടികളും ഇന്ന് എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചിത്രത്തിന്റെ വിജയശില്പികളൊക്കെ ഇന്ന് ഈ വിജയ ആഘോഷിക്കുവാൻ നിങ്ങളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി ഇങ്ങനെ ഒരു ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കിയ ഇതിന്റെ പ്രൊഡ്യൂസർ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ സാറേ, എന്ത് ചങ്കൂറ്റത്തിലാണ് ഇങ്ങനെ ഒരു പടം നിർമ്മിക്കാൻ തയ്യാറായത്? തീർച്ചയായിട്ടും ഇതിന്റെ പ്രചോദനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചങ്കൂറ്റം എന്ന് ചോദിച്ചല്ലോ, ഇതിന്റെ ചങ്കൂറ്റം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ആദ്യ ഭാഗം ഇറങ്ങിയപ്പോൾ കേരളത്തിൽ വൻ വിജയമായിരുന്നു. രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോഴും വൻ വിജയമായിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ മൂന്നാം ഭാഗവും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ വിജയത്തിന് കാരണം എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു നല്ലൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പൊ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ട് കഴിഞ്ഞു, ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ പടത്തിലെ നായിക എന്റെ ദൈവമേ, നായിക സതിയാണ്. അവരിവിടെ എത്തിയിട്ടുണ്ട്. അവർ നിങ്ങളോട് അല്പസമയത്തിന് ശേഷം സംസാരിക്കുന്നതാണ്. പിന്നീട് പരിചയപ്പെടുത്താനുള്ളത് ഈ ചിത്രത്തിലെ മനോഹര രംഗങ്ങൾ, ആ ജീവനുള്ള രംഗങ്ങൾ അതേപടി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത് ക്യാമറമാൻ സിനോജ് നീണ്ടൂരാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും കൈയ്യടി. സാറിന്റെ ഈ പടത്തിലെ ഷൂട്ടിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചും പറയും. വിർച്വൽ ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾക്ക് ഞാൻ ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു കുടുംബം പോലെയുള്ള ഒരു ഇതായിരുന്നു ആ ചിത്രീകരണ വേളയിൽ തന്നെ. സതിയാണെങ്കിലും ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും അല്ല, ഞാൻ ഈ ക്യാമറ കൂടി ഒരു കണ്ണിങ്ങനെ നോക്കി വന്നു പോണതാണ്, നല്ല വേറൊന്നുമല്ല. അപ്പൊ ഇതൊരു വൻ വിജയമാക്കി തീർത്തത് ഞങ്ങളാരുമല്ല, ശരിക്കും ചെയ്തിരിക്കുന്ന പ്രേക്ഷകർ തന്നെ. ഇനി പരിചയപ്പെടുത്താനുള്ളത് ഈ ചിത്രത്തിന്റെ സംവിധായകനാണ്. ഒരു പഴയ ചിത്രം അതേപടി അതിലും മനോഹരമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ച ഇതിന്റെ സംവിധായകൻ OK ജീവൻകുമാർ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സാർ, എങ്ങനെയായിരുന്നു സാർ ഇങ്ങനെ ഒരു പടം പിടിക്കാനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ ഒരു തുടക്കം? ഈ ചിത്രം എനിക്ക് വളരെ ഭയങ്കര അനുഭവങ്ങൾ തന്നിട്ടുള്ളതാണ്. കാരണം ഈ ചിത്രം നിർമ്മിക്കുന്നതിന് മുന്നേ ഞാൻ പല കഥകളുമായിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ടുള്ളതാണ്. ആക്ഷൻ, സെന്റിമെന്റ്സ് എന്ന് വേണ്ട സകലവിധ കഥകൾ ഞാൻ പറഞ്ഞു നോക്കി. ഒരു പടമില്ലാതെ ഞാൻ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ടൈമാണ്. അപ്പൊ അങ്ങനെ ഈ ചിത്രത്തിന്റെ കഥ ഞാൻ ചെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുമ്പോൾ 2 ലൈനിൽ ഈ കഥ പറയുമ്പോൾ തന്നെ പുള്ളി ഇത് സമ്മതിക്കുകയാണ്. ഓ ശരി ശരി. എന്താണ് സാർ അങ്ങനെ അത്രയ്ക്ക് ടച്ച് ചെയ്തു സാറിനെ? അല്ല, ഈ 2 ലൈനിൽ കഥ പറഞ്ഞപ്പോ ഈ കഥ കേട്ട ഉടനെ എനിക്ക് സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു ആവേശമായി തോന്നുന്നു. അതല്ലേ, കാരണം എനിക്ക് എന്റെ പഴയ യൗവനം തിരിച്ചു കിട്ടിയ പോലെ, അല്ലെങ്കിൽ പഴയ കാലങ്ങളിലേക്ക് ഞാൻ കടന്നു പോകും. പരിചയപ്പെട്ട സമാധാനപ്പെട് ഒരാൾ അലമ്പനകൾ ഇവരെ കൂടെ അങ്ങോട്ട് കയറി വരും. അതെ, ഈ പടത്തിലെ ലൊക്കേഷനുകൾ, മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ഇതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മിസ്റ്റർ മോഹൻരാജാണ്. മോഹൻരാജിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. മോഹൻരാജ്, എങ്ങനെയായിരുന്നു ഈ പടത്തിന്റെ ഈ വർക്കിലേക്ക് കടന്നു വന്നത്? എങ്ങനെയായിരുന്നു ഈ പടത്തിന്റെ വർക്കിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദൈവമാണ് ഇരിക്കുന്ന സാറ്, ആയിരിക്കുന്ന സാറ്. കാരണം സ്ക്രാപ്പ് വർക്ക് നടന്നിരുന്ന എന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയ ഈ സാറാണ്. ഈ സാറിന്റെ വലിയ മനസ്സാണ് ഈ സിനിമയുടെ വിജയം. കാരണം സിനിമയുടെ കഥകൾ ഈ സാറിനോട് വന്ന് പറഞ്ഞു, ഒന്ന് വേണ്ടെന്ന് പറഞ്ഞ് കഥ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ സാറ് പറഞ്ഞ് സിനിമ എടുത്തോളാൻ പറഞ്ഞു. പുള്ളിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ പടം വിജയം. പിന്നെ സാറിനറിയായിരുന്നു ഇതിന് പറ്റിയ ലൊക്കേഷനൊക്കെ. എന്റെ അനുഭവമാണ് കേട്ടോ. വെള്ളാണിയിൽ എവിടെയൊക്കെ കൊളക്കടവുകളുണ്ടെന്നും എവിടെയൊക്കെയാണ് പുഴകളുള്ളതെന്നും എന്തൊക്കെയാണ് വേണ്ട ഈ സിനിമയ്ക്ക് വേണ്ടതെന്നും എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ സിനിമയുടെ ലൊക്കേഷനുകൾ കണ്ടുപിടിക്കാനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ട്. തങ്ങളുടെ മുഴുവൻ പേര് മോഹൻരാജ് കുളക്കടവ് എന്നാണ്. അതെ, മോഹൻരാജ് കുളക്കടവ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ആരെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ചിത്രത്തിലെ നായിക മതി ചേച്ചി. ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക. അതെ, പുള്ളിക്കാരത്തിന്റെ ശരിക്കുള്ള പേര് സതി എന്നാണ്. മാഡം, എങ്ങനെയായിരുന്നു ഈ പടത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം? സംവിധായകൻ പ്രൊഡ്യൂസറും എന്ന് പറയുമ്പോൾ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കാരണം വേറൊന്നുമല്ല, ഇത് ആദ്യ കാലഘട്ടത്തിൽ ഒരു നല്ലൊരു പ്രൊഡ്യൂസറും സംവിധായകനും ഒക്കെ ചെയ്തൊരു പടമാണത്. അപ്പോൾ വേറൊരു നടി അഭിനയിച്ചാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആ ക്യാരക്ടർ എന്നെനിക്ക് തോന്നി. അതെ അതെ
വേറൊന്നും കൊണ്ടല്ലേ, കാരണം അതിന്റെ ആ ക്യാരക്ടറിന്റെ ആഴം, അതിന്റെ കഴമ്പ് എന്താന്ന് എനിക്ക് ശരിക്കും പ്രൊഡ്യൂസർ പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഓ ശരി ശരി. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് മറ്റൊരാളെ കൂടി നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഈ ചിത്രത്തിലെ നായകൻ അപ്പുവായി അഭിനയിച്ച ഉമേശൻ. ഒരു സെക്കൻഡ്. സൈഡ് കൊടുക്കണേ നമ്മുടെ നായകൻ. എന്താ ഇത് നടനാണ്. അവരെ സന്തോഷം. അതെ ഷൂട്ടിംഗ് അല്ല. എങ്ങനെയായിരുന്നു ഈ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയത്, അല്ലെങ്കിൽ ഈ പടം പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? അതായത് ഇതിന്റെ സ്റ്റോറി ആദ്യം വന്നിട്ട് ക്രിയേറ്ററും ക്യാമറമാനും ഡയറക്ടറൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിന്റെ ആദ്യ ഭാഗം കണ്ടു. അപ്പൊ അതിലെ നടി, അതിലെ അഭിനയിക്കുന്ന ഒരു നടൻ, അവരുടെ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ തീർച്ചയായും ഒന്നും നോക്കാനില്ല, അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിന് സതിചേച്ചി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു. ഞങ്ങള് മനഃപൂർവ്വം തന്നെയാണോ എന്തെന്നറിയില്ല, 10-12 ടേക്കുകളൊക്കെ എടുത്തു ഈ പ്രണയരംഗങ്ങളിലൊക്കെ. അതൊക്കെ വളരെ ഉപകാരം ചെയ്തു, സിനിമയ്ക്കും വളരെ ഉപകാരം ചെയ്തു. അതിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നത് സതിചേച്ചിയാണ്. അപ്പൊ ഈ പടം നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് രസകരമായ പല അനുഭവങ്ങളും ഉണ്ടായെന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കാണല്ലോ ഏറ്റവും കൂടുതൽ രസ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഈ സിനിമ തുടങ്ങുമ്പോൾ ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇതിനോട് ഞാൻ ലയിച്ചു ചേർന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഈ ഷൂട്ടിംഗ് പോവുകയായിരുന്നു. ഷൂട്ടിംഗ് തീരാറായപ്പോൾ ആകെ ഒരു വിഷമം പോലെ, ഈ പടത്തില് നായികനെ കല്യാണം കഴിക്കാൻ ഒരാൾ വരുന്നു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം പോലെ അത് ഒറിജിനലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അത് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. ഞാനിനി ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ ശ്രീ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അപ്പോ അവിടെ നിൽക്കപ്പോ എന്താ അപ്പോ വഴക്കിട്ട് പോകുന്നത്? ചേച്ചിയുടെ വിവാഹം നിശ്ചയിച്ചല്ലേ? അടുത്ത മാസം എന്റെ കല്യാണം കഴിഞ്ഞാ എന്നെ ബോംബെക്ക് കൊണ്ടുപോകും. ചേച്ചി ഇവിടുന്ന് പോകൂ. ഞാൻ ഇവിടെ പോയാലും എന്റെ അപ്പു എന്റെ മനസ്സിലുണ്ടാവില്ല എപ്പോഴും. അപ്പോ എന്തേ കാണിക്കുന്നത്? ഞാൻ അപ്പുവിനെ ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടില്ല. എന്റെ ഒരു കുഞ്ഞ് അനിയനായിട്ട് ഞാൻ അപ്പുവിനെ കണ്ടിരിക്കുന്നത്. ദേ ഇനി ഇങ്ങനെ ചെയ്താൽ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. ഉപ്പുതിച്ചക്കൻ. സുരേഷ പടം കണ്ടല്ലേ? എത്ര പ്രാവശ്യം കണ്ട്? ഞാൻ 5 പ്രാവശ്യം കണ്ടു. ഈ 5-ാം പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് 5 പ്രാവശ്യം കണ്ടു. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകൾ ഏതാ? ചേച്ചി അരിയാട്ടുന്ന സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അരിയാട്ടത് ആ പാട്ട് സീനല്ലേ? ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. എന്റെ കരൾ കൊമ്പിലും ചാറ്റുമഴത്തോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചിന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചന്ദനവെയിലിൽ ഈ കുങ്കുമ വഴിയിൽ പതിവായിന്റെ കവിൽ ചുവന്നതു കണ്ടു നിന്നില്ലേ. കാർത്തിക നാളിൽ രാപ്പൂത്തിരി തെളിയേ
അരികിൽ നിന്റെ മുഖം തൊടുത്തതു ഞാൻ അറിഞ്ഞില്ലേ അറിയാതെ കുളിർമീനി മൊന്ന പതിയെ മനസാകെ കുടമലറുകളുലയേ സുഖമഴ നനയനലകരിൽ മനം തിരയുവതായി ചെന്താമരി ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ